ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലൈസൻസ് കിട്ടി വണ്ടിയൊക്കെ എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഡ്രൈവിങ്ങിന് പുറമെ അറിഞ്ഞിരിക്കേണ്ട ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് വണ്ടിക്ക് ഒരു ചെറിയ കംപ്ലൈന്റ് വന്നാൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്മാർട്ടായി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പോയിന്റ് നമ്പർ 1, ടയർ പ്രഷർ ആൻഡ് പെട്രോൾ ഫില്ലിംഗ്. ടയർ പ്രഷർ ചെക്ക് ചെയ്യുക. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡ് ഡോർ തുറന്നാൽ അവിടെ നിങ്ങളുടെ വണ്ടിക്ക് കൃത്യമായി എത്ര എയർ വേണമെന്നുള്ളത് എഴുതിയിട്ടുണ്ടാകും. ഫോർച്യൂണറിന് സാധാരണ 32 തൊട്ടിട്ട് 35 PSI ആണ് വരാറുള്ളത്. ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്നതിന് മുമ്പ് ഇത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറുമ്പോൾ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് ഏത് സൈഡിലാണ് എന്ന് കൺഫ്യൂഷൻ ആകാറുണ്ടോ? നമ്മുടെ ഡാഷ്ബോർഡിലെ പെട്രോൾ ഇൻഡിക്കേറ്ററിന്റെ അടുത്ത് ഒരു ചെറിയ ആരോ മാർക്ക് കാണാം. അത് ഇടത്തോട്ടാണെങ്കിൽ ടാങ്ക് ഇടതുവശത്തും വലത്തോട്ടാണെങ്കിൽ വലതുവശത്തുമായിരിക്കും. ഇനി ഒരു ഡൗട്ട് വരുന്നത്, പെട്രോൾ അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കി വെക്കണോ അതോ ഓഫ് ചെയ്യണോ എന്ന്. തീർച്ചയായും വണ്ടി ഓഫ് ചെയ്തിരിക്കണം. കാരണം പെട്രോൾ അടിക്കുമ്പോൾ ഇന്ധനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫ്യൂവൽ വേപ്പേഴ്സ് പുറത്തേക്ക് വരും. വണ്ടി സ്റ്റാർട്ട് ആക്കി ഇടുമ്പോൾ എഞ്ചിനിൽ നിന്നും എക്സോസ്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു ചൂടോ അല്ലെങ്കിൽ ഒരു സ്പാർക്കോ പോലും വലിയൊരു അപകടത്തിന് കാരണമായേക്കാം. സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, വണ്ടി ഓഫ് ചെയ്ത ശേഷം പെട്രോൾ അടിക്കുമ്പോഴാണ് ടാങ്കിലെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സെൻസറുകൾക്ക് കൃത്യമായി എത്ര ഇന്ധനം കയറി എന്ന് റീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബെസ്റ്റ് ടൈം ഫോർ പെട്രോൾ ഫില്ലിംഗ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? രാവിലെ നേരത്തെയോ അല്ലെങ്കിൽ രാത്രി വൈകിയോ പെട്രോൾ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. UAE പോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ പെട്രോൾ പമ്പുകളിലെ ഭൂഗർഭ ടാങ്കുകൾ ചൂടാകാൻ സാധ്യതയുണ്ട്. ചൂട് കൂടുമ്പോൾ പെട്രോൾ വികസിക്കുകയും അതിൽ കൂടുതൽ വേപ്പർ അടങ്ങിയിരിക്കുകയും ചെയ്യും. രാവിലെ തണുപ്പുള്ള സമയത്ത് പെട്രോൾ കൂടുതൽ കട്ടിയുള്ളതായിരിക്കും. ഈ സമയത്ത് പെട്രോൾ അടിച്ചാൽ നമുക്ക് കൃത്യമായ അളവിലും കൂടുതൽ ലാഭത്തിലും ഇന്ധനം ലഭിക്കും. ചൂടുള്ള സമയത്ത് അടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കുറച്ച് പെട്രോൾ വാതകമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പോയിന്റ് നമ്പർ 2, വൈപ്പർ വാട്ടർ റീഫില്ലിംഗ്. വൈപ്പർ വാട്ടർ റീഫിൽ ചെയ്യുക. വിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ നമ്മൾ വൈപ്പർ അടിക്കുമ്പോൾ വെള്ളം വരുന്നില്ലെങ്കിൽ ആരോടും ചോദിക്കാതെ നമുക്ക് തന്നെ ഇത് ചെയ്യാം. വണ്ടിയുടെ ബോണറ്റ് തുറന്നാൽ വിൻഷീൽഡിന്റെ പടമുള്ള ഒരു നീലയോ കറുപ്പോ അടപ്പുള്ള ചെറിയ ടാങ്ക് കാണാം. അതിലേക്ക് അല്പം വെള്ളവും വിൻഷീൽഡ് ക്ലീനർ ലിക്വിഡും ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ ആണ്. പോയിന്റ് നമ്പർ 3, ഡാഷ്ബോർഡിലെ വാർണിംഗ് ലൈറ്റ്സ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൽ എൻജിൻ ചിഹ്നമോ ഓയിൽ ക്യാനിന്റെ ചിഹ്നമോ ചുവപ്പ് നിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് ബാറ്ററി അല്ലെങ്കിൽ എൻജിൻ ടെമ്പറേച്ചർ ലൈറ്റ് കത്തിയാൽ വണ്ടി സൈഡാക്കി നിർത്തി മെക്കാനിക്കിനെ വിളിക്കുന്നതാണ് ഏറ്റവും സേഫ്. ഇത് അവഗണിച്ച് വണ്ടി ഓടിച്ചാൽ വലിയ പണി കിട്ടും. പോയിന്റ് നമ്പർ 4, സമ്മർ പാർക്കിംഗ് ട്രിക്സ്. UAE കടുത്ത ചൂടിൽ തുറസായ സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, മുൻവശത്തെ ഗ്ലാസിൽ ഒരു സൺഷെയ്ഡ് വെക്കുക. 2, കാറിന്റെ ജനൽ ഗ്ലാസുകൾ 4 വശവും ഒരു ചെറിയ നൂലിന്റെ അത്രയും വീതിയിൽ താഴ്ത്തി വെക്കുക. ഇത് കാറിനുള്ളിലെ ചൂടുവായു പുറത്തു പോകാനും നമ്മൾ തിരികെ കയറുമ്പോൾ വണ്ടി പെട്ടെന്ന് തണുക്കാനും സഹായിക്കും. പക്ഷെ ഒരുപാട് താഴ്ത്തി വെക്കരുത്. സേഫ്റ്റി പ്രധാനമാണ്. പോയിന്റ് നമ്പർ 5, RSA നമ്പർ ആൻഡ് ഇൻഷുറൻസ്. RSA എന്ന് പറയുന്നത് റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്പർ. വഴിയിൽ വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലോ പെട്ടെന്ന് ടയർ പങ്ക്ചർ ആയാലോ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പറിന്റെ കൂടെ ഒരു ഫ്രീ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്പർ ഉണ്ടാകും. അത് എപ്പോഴും ഫോണിൽ സേവ് ചെയ്തു വെക്കുക. വിളിച്ചാൽ അവർ വന്ന് വണ്ടി ടോ ചെയ്ത് തരികയോ ടയർ മാറ്റി തരികയോ ചെയ്യും. അപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിനൊപ്പം ഈ 5 ചെറിയ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചാൽ നമ്മൾ ലേഡീസിന് കൂടുതൽ കോൺഫിഡൻസോടെ വണ്ടി നിരത്തിലിറക്കാം. എന്റെ ഈ പുതിയ UAE ഡ്രൈവിംഗ് വിശേഷങ്ങളും ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾസായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.